പെയ്ഡ് മാർക്കറ്റിംഗ് ആക്ച്വലി ആദ്യ കാലഘട്ടങ്ങളിൽ അത് ചെയ്തിരുന്നു, നന്നായിട്ട് ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ഒരു 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 മാജിക് ഉണ്ടല്ലോ. നമ്മളൊരു ചെറിയ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ആളുകളെ അട്രാക്ട് ചെയ്യുക, അതിലൂടെ ഒരു സ്റ്റോറി പറയുക, എന്നിട്ട് നമ്മൾ അതിനകത്ത് ലീഡ് ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുക. ഇതൊരു ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ്. അതിന് ഞാൻ ചെറുപ്പം മുതൽ എനിക്കൊരു ഹോബി ഉണ്ടായിരുന്നു. അതായത് അന്ന് ഇന്ത്യ ടുഡേ നല്ല രസമായിട്ടല്ല ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ത്യ ടുഡേയിൽ ഈ കാണുന്ന സെൻറ്റർ പേജുകൾ അല്ലെങ്കിൽ ഈ പരസ്യ പേജുകളൊക്കെ കോപ്പി എഴുതി വെക്കും. ആ കോപ്പി ഞാൻ തന്നെ മാറ്റി എഴുതി നോക്കും ചിലതൊക്കെ. അതൊരു ശീലം ഉണ്ടായിരുന്നു. നമ്മുടെ കോപ്പി റൈറ്റേഴ്സ് സുഹൃത്തുക്കളൊക്കെ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ക്രിയേറ്റീവായിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പലരും മാറ്റി മാറ്റി എഴുതി നോക്കുകയൊക്കെ ചെയ്യായിരുന്നു. അത് രസമാണത്. അപ്പോൾ നമ്മൾ നല്ല നല്ല കോപ്പിയൊക്കെ എഴുതും. പിന്നീട് ഈ പറഞ്ഞ പോലെ അഡ്വർടൈസ്മെൻറ്റിലോട് വരുന്ന സമയത്ത് നമുക്ക് ഇതൊരു വലിയ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഈ കോപ്പി എഴുതാൻ വേണ്ടിയിട്ടുള്ള ഈ കാര്യങ്ങൾ. പിന്നെ ഓർഗാനിക്കിലേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ പെയ്ഡ് മാർക്കറ്റിംഗ് നടത്തുമ്പോൾ തന്നെ ഗ്രാജുവലി നമുക്ക് അറിയാൻ പറ്റും ഈ ഓർഗാനിക്കിൻ്റെ ഒരു ട്രസ്റ്റ് ബിൽഡിങ്. അത് നമുക്ക് പെയ്ഡ് മാർക്കറ്റിങ്ങിലൂടെ ചെയ്യാൻ പറ്റില്ല.